വീട്ടിൽ തന്നെയല്ലായിരുന്നു. കുളിച്ച് കൂത്താടി സ്കൂളിൽ പോവാതെ കണ്ട കടത്തുമേലും മറ്റുമായിരുന്നു. അത് മാത്രവും അയാളുടെ ഭാര്യ സാവിത്രിയിലെ ഒരു നല്ല കുടുംബത്തിൽ തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു. ഈ സുധാരൻ മാഷ് ഓരോ ദിവസവും ഓരോരുത്തന്മാരുടെ പേര് പറഞ്ഞ് ആ സ്ത്രീയെ സംശയിക്കും. എന്നിട്ട് അവരെ നിരന്തരം മർദ്ദിച്ച് കൊല്ല ചെയ്യുമായിരുന്നു. ഇയാള് കിട്ടുന്ന ശമ്പളം മുഴുവൻ വെള്ളമടിച്ചു തീർക്കും. ആ സ്ത്രീ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി എന്തെങ്കിലും വേവിച്ചു വയ്ക്കും, പിള്ളേർക്ക് കൊടുക്കാൻ. പിള്ളേരെ പട്ടിക്കിടാൻ പറ്റുമോ? എന്നാ ഈ മനുഷ്യനോ രാത്രി വീട്ടിൽ വന്ന് അടിയും ബഹളം ഉണ്ടാക്കിയിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറും കറിയും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കളയും. അങ്ങനെ സ്ത്രീയും പിള്ളേരെയും പട്ടിക്കിടും. ദിവസം ഇത് തന്നെയായിരുന്നു അയാളുടെ പണി. എത്ര തവണ ആ സ്ത്രീ പിള്ളേരെ കൊണ്ട് ചാവാൻ നോക്കിയിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് അത്യാഹിതം ഒന്നും ഉണ്ടായിട്ടില്ല. അയാളുടെ സ്ഥിരം പണിയാ ആ സ്ത്രീ ആരെങ്കിലും കൂടെ കൂട്ടി വായിക്കുക, എന്നിട്ട് പിള്ളേര് അയാളുടെതല്ലാന്ന് പറഞ്ഞ് ആ സ്ത്രീയെ കുട്ടികളെ കൊല്ലാൻ ഓടി. ആ സ്ത്രീയും പിള്ളേരും ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സുധാകരൻ മാഷിനെ കണ്ടാൽ ഈ കഥകളൊക്കെ ഉണ്ടെന്ന് ആരും വിശ്വസിക്കുമോ? അത് ശരിയാ. നിങ്ങൾക്കറിയോ, 2 തവണ ഇയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ കാരുണ്യം കൊണ്ട് ആ പണി തിരിച്ചു കിട്ടിയത്. ഇയാളുടെ ദുഷ്ടത്തിനും ക്രൂരതയും സഹിക്കാൻ വയ്യാഞ്ഞല്ലേ അയാളെ മോൻ നാടുവിട്ടത്. ആ ചെറുക്കനെ ഇപ്പൊ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞു. ബ്രാഹ്മണരും പറയുന്നതൊക്കെ ശരിയാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കാര്യം സത്യമാണ്, ഈ മുഴുവൻ കുടികളുടെ കൂടുതൽ സ്വഭാവമാണ്. സ്വന്തം ഭാര്യമാരെ സംശയിക്കുക, അവന്മാരുടെ പോക്കറ്റുകൾ ന്യായീകരിക്കാൻ സംശയത്തിന്റെ പേര് പറഞ്ഞ് ഭാര്യമാരെ ഉപദ്രവിക്കുക. ഇവന്മാർക്ക് വല്ല അറിയണോ? ആ കുടുംബത്തിലുണ്ടാകുന്ന നാണക്കേട് ഭാര്യയും പിള്ളേരെ നോക്കുന്ന ദുരിതങ്ങളും ഒന്നും ഇവന്മാർക്കറിയണം. കിട്ടുന്ന കാശ് പോരാഞ്ഞ് കടം വാങ്ങി തിന്നും കുടിച്ച് മതിച്ചിടാവുന്ന സൂചിക്കയില്ലേ? ഭാര്യയും പിള്ളേരും പട്ടിണിയാണെന്ന് ഇവന്മാർക്കറിയണ്ട. അവന്മാരുടെ കാര്യം മാത്രം. കുടുംബം എങ്ങനെ പോകുന്നു, പിള്ളേരെങ്ങനെ വളരുന്നു, ഒന്നും ഇവന്മാർക്കറിയണ്ട. സുധാകര ഭാഷ കൊച്ചുങ്ങളുണ്ടല്ലോ, ഓരോ ദിവസവും പേടിച്ചു വെച്ചാ കഴിഞ്ഞത്. കേട്ടോ നോക്കൂടെ, ഇവിടെ സുധാകരൻ മാഷിന്റെ കാര്യത്തില് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടോ അങ്ങേരുടെ മോൻ നാട് വിട്ടതിന് ശേഷം ഈ സുധാകരൻ മാഷ് വെള്ളമടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തന്നെയല്ല, ഇതുപോലൊരു കുടുംബസ്നേഹി. ഇപ്പൊ ആ ഭാര്യ മോളെ പൊന്നുപോലാ നോക്കുന്നേ. അവരെന്ന് പറഞ്ഞ അയാൾ മരിക്കും. വിലപ്പെട്ട ചിലർ നഷ്ടപ്പെടുമ്പോഴാ ചിലർക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അതാ സുധാകരൻ മാഷിന്റെ കാര്യത്തിലുണ്ടായത്.
പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. അച്ഛാ, ഞാൻ ആ ഗോപികയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇന്നവിടെ ഞങ്ങളുടെ തിരുവാതിര കളിയാണ്. അവിടെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പം വരാം. ശരിയായി. അല്ല മാഷെ, നാട്ടിൽ പ്രസവത്തിന്റെ അസുഖമുണ്ടോ? അല്ല, കഞ്ഞിവെള്ളത്തിൽ തീർപ്പില്ല. അതുകൊണ്ട് ചോദിക്കാം. മാഷെ, എനിക്ക് പോകാൻ സമയം. ഉടനെ കുറച്ച് പയ്യൻ ചെയ്യാനുണ്ട്. എന്നാ പെട്ടെന്ന് തീർക്കും മാഷെ. മാഷ വരുന്ന കൂലി വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ടൗണിൽ പോകാൻ.